ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേയായി നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ട്. ഇന്നത്തെ ഒരു കേസ് സ്റ്റഡിയാണ്. ഒരു 12 വർഷം മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്ന ഒരു കൗൺസിലിംഗ് സ്റ്റോറിയാണ്. ഞാൻ ഒരുപാട് ഒരു ഫാമിലിയെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്തൊക്കെ വിശേഷങ്ങളെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കഥകളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ ലോങ് സ്റ്റോറിയാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് കുട്ടിയെ ഇദ്ദേഹം കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ടോട്ടൽ ഇപ്പം നോക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നു. അപ്പോൾ ഒരു 10-20 കൊല്ലമായിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് ഏകദേശം 12 വർഷത്തോളമായി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ ഉമ്മയുണ്ട്. പലപ്പോഴും നമ്മൾ ഉമ്മമാരാൽ നശിപ്പിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നമ്മുടെ നാട്ടിലൊക്കെ കാണാം. അതിൽ വിട്ടൊരു ഉദാഹരണമാണിത്. അതായത് ഈ ഉമ്മയുടെ ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടർ പറയുകയാണെങ്കിൽ, മിക്കവാറും ഇത്തരം ഉമ്മമാർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, ഒന്നുകിൽ അവർ ഒരു നല്ല കുടുംബജീവിതം നയിച്ചവരാവില്ല, അതല്ലെങ്കിൽ ബാപ്പ പ്രവാസത്തിലായതുകൊണ്ടോ അങ്ങനെ എന്തുകൊണ്ടോ ഒരു നല്ല സ്നേഹനിബിഡമായ ഒരു റൊമാൻറ്റിക് ലൈഫ് ഈ ഉമ്മാക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഈ ഉമ്മാൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുക, സ്വന്തം മകളും മരുമകനും നല്ല ഒരു ലൈഫിലൂടെ കടന്നു പോകുന്നത് ഈ ഉമ്മാക്ക് കണ്ടുള്ള അതിനുള്ള എല്ലാ ചൊറയും ഉമ്മാർ അവിടെ പോയിട്ടുണ്ടാക്കും. പെൺകുട്ടികളെ ഇവിടുന്ന് റിമോട്ട് കൺട്രോൾ ചെയ്യും. അങ്ങനെ ആക്കണം, നമ്മൾ ആണുങ്ങളെ കൺട്രോൾ ചെയ്യണം, അത് കേൾക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ വേലക്കാരായി പോകും, പാത്രമൊക്കെ ഓനോട് കഴിച്ചണം, ഇടയ്ക്കൊക്കെ ഓനും അടിച്ചു തരണം, പൈസ എപ്പോഴും നമ്മളിങ്ങനെ വാരി എടുക്കണം, അല്ലെങ്കിൽ ഓനത് വേറെ പെണ്ണിട്ടും, അങ്ങനെ പറഞ്ഞ് പെൺകുട്ടികൾക്ക് ഓൾ ദ റോങ് അഡ്വൈസസ് കൊടുത്തിട്ട് ഒരു മര്യാദയ്ക്ക് പോണ കുടുംബത്തിൽ പോയിട്ട് വെറുതെ കച്ചറുണ്ടാക്കുന്ന കുറേ അമ്മമാരുണ്ട്. നിങ്ങളെ പരിസരത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ കുടുംബത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഈ ഉമ്മ പോയി തിരികേറ്റി ഇവൾ പിന്നെ കച്ചറുണ്ടാക്കാൻ തുടങ്ങി. ഇല്ലാത്ത കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ മര്യാദയ്ക്ക് കുടുംബം നോക്കുന്ന 2 പെൺകുട്ടികളുണ്ട്, കുടുംബം അടിപൊളിയായിട്ട് പോകുന്നു, എല്ലാം സെറ്റാണ്. അയാളുടെ ഭാഗത്തുനിന്ന് അവൾക്ക് ചെയ്തു കൊടുക്കാത്ത ഒന്നുമില്ല. എന്നാലോ നന്ദിയില്ലായ്മ എന്നുള്ള വാക്കെന്നെ ഓളെ കൊണ്ടുണ്ടാക്കി. അമ്മാതിരി നന്ദിയില്ലായ്മ, എല്ലാത്തിനും കംപ്ലൈൻറ്റുകൾ മാത്രമാണ്. എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അത് കുറഞ്ഞു പോയി, അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞ് വെറുതെ കംപ്ലൈൻറ്റ്. അങ്ങനെ എല്ലാം കൂടി നാട്ടുകാരെ വിളിച്ചു വരുത്തി. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ്. ഒരു ചെറിയ പ്രശ്നം ഒരു കുടുംബത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ആളുകൾ വരും. അതിൽ ആദ്യം വരിക അടി ഉണ്ടാക്കാൻ ആങ്ങളാർ വരും, വാപ്പ വരും, പിന്നെ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത കുറേ എളാപ്പാരും അമ്മമാരും വരും. നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നടന്നിരുന്ന കാലത്തൊന്നും കാണാത്ത. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ഊതിപ്പിച്ചാൽ നമ്മളെ ആൾക്കാരായി ഇങ്ങോട്ട് കുറേ എളാപ്പാരും മൂത്താപ്പാരും അമ്മമാരും എല്ലാവരും കൂടി നാട്ടുകാരും എല്ലാവരും കൂടി വന്ന് കാരണന്മാരൊക്കെ വന്ന് ഓരോരും കൂടി അടിച്ച് പെരിയത് അങ്ങോട്ട് ശരിയാക്കും. അതായത് ഈ രസം തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഭർത്താവിന് ചിലവിലാണല്ലോ ഈ ചർച്ച അടിയൊക്കെ നടക്കുന്നത്. കുട്ടി ഇപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഇത് അടിച്ച് പിരിഞ്ഞ് ഭർത്താവ് ഇവളെ വീട്ടിലേക്ക് കൊണ്ടാക്കി. അവിടുന്ന് അങ്ങോട്ട് ട്വിസ്റ്റ് തുടങ്ങുക. ഇനി ചിലവ് ആങ്ങളാരെ ചിലവാണ്, ഇനി ചിലവ് ഉപ്പാൻ്റെ ചിലവാണ്, ഇനി ചിലവ് ഇളാപ്പാനെന്ന് ഇനി വഴിക്ക് കാണില്ല കേട്ടോ. അത് അടിച്ച് പിരിഞ്ഞല്ലോ, ഇനി ആളെ കാണില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു ഗെയിം തുടങ്ങുക. ഇപ്പം ഇവള് പിന്നെ കേസ് കൊടുത്ത് ആങ്ങളമാരൊന്നും പിന്നെ കേസ് നടത്താൻ പൈസ കീശ നടക്കണമല്ലോ, പിന്നെ ആരും കാണില്ല. വാപ്പ ഒരു മൂലക്കലിരിക്കുന്നു, ഉമ്മ ഇങ്ങനെ ഇറങ്ങി തുള്ളുന്നു, പക്ഷേ പൈസ ഇറക്കാൻ ഉമ്മാനോടും കഴിയില്ല. മറ്റ് കച്ചറുണ്ടാക്കിയ ആരുപ്പില്ല. ഇപ്പോൾ സത്യത്തിൽ ഈ 2 പെൺകുട്ടിയും ഈ മോളും ഒറ്റക്കായി, ഭാര്യയും ഒറ്റക്കായി. കുറേ കാലം കേസ് നടത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ആങ്ങളമാർ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അനക്ക് നല്ലൊരു കുടുംബമില്ലേനോ, മര്യാദയ്ക്കൊരു ഭർത്താവില്ലേനോ, നീ അവിടെ മര്യാദയ്ക്ക് അടങ്ങിക്കാഞ്ഞിട്ടല്ലേ, അവിടുന്ന് കുന്തിരിടുത്ത് ചാടിയിട്ടല്ലേ, അനക്കത് വേണം. കാരണം അത് ഈ പെൺകുട്ടി കെട്ടിച്ചൊല്ലി അല്ലെങ്കിൽ ഡൈവേഴ്സായി വീട്ടിൽ വന്ന് നടന്ന വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അത് ഈ പറഞ്ഞ ഈ കച്ചറുണ്ടാക്കിയ ഉമ്മമാരും ഉപ്പമാരും ആങ്ങളമാരും എല്ലാവരും എന്താക്കും, അതിന് ഇവൾക്കെതിരെ തിരിയും. ഇവളിവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം മര്യാദയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ ഉമ്മ പോയി കച്ചറുണ്ടാക്കുന്നു, അവൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവളുടെ ജീവിതത്തിൻ്റെ ദുരിതം തുടങ്ങണം. ഏതായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ഇവളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ഇവളുടെ ഉമ്മയുണ്ടാക്കിയ എല്ലാ ചൊറകളും കേസ് കൊടുക്കലും അതൊക്കെ ആയിട്ട് ഇയാൾ വക്കീലിനെ വെച്ച് കേസ് നടത്തി. അദ്ദേഹം ഗൾഫിലേക്ക് പോയി, ഒരു കല്യാണം കഴിച്ചു, അതിൽ 2 കുട്ടികളായി. വളരെ ഉഷാറായിട്ട് ഗൾഫിൽ 2 കുട്ടികളും ഭാര്യയായിട്ട് ഉഷാറായിട്ട് കഴിഞ്ഞു പോകുന്നു. ഒരു പ്രശ്നമാക്കില്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് സെറ്റാണ്. കുട്ടികളൊക്കെ ഇപ്പോൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇവളും ഇവളുടെ ഉമ്മയും കോടതി വരാന്ത നിറങ്ങി നടക്കുകയാണ് കഴിഞ്ഞ 12 വർഷം. ചിലവിനും പൈസ അല്ല, ജീവിതത്തിൽ നരകം മാത്രം, ബുദ്ധിമുട്ടുകൾ മാത്രം, ആരും നോക്കാനില്ല. ഈ കച്ചറുണ്ടാക്കി കുടുംബം പറിക്കാൻ വേണ്ടി നിന്നിരുന്ന ഒരു കുടുംബക്കാരനും ഒരു ബന്ധുവും, ഒരു കാണാത്ത ബന്ധുവിനും ഇപ്പം കാണാനില്ല, ആരും കാണാനില്ല. ചുരുക്കി പറഞ്ഞാൽ നഷ്ടം ഈ പെൺകുട്ടിക്കും ആ പിഞ്ചു മക്കൾക്കും മാത്രമാണ്. കുട്ടികൾ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നുണ്ട്, അവർക്ക് ചിലവിനുള്ള ക്യാഷൊക്കെ അവൻ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഏതായാലും അവൾക്ക് ഞാൻ ഡൈവേഴ്സ് കൊടുക്കില്ല, അവർ കോടതിയിൽ പോയി വാങ്ങിക്കോട്ടെ ഡൈവേഴ്സ്. കോടതി വരാൻ എന്തായാലും നടക്കട്ടെ എന്ന് വരും വാശിയാണ്.
മ്യൂച്വൽ ഡൈവേഴ്സിന് കുറേ ശ്രമങ്ങളുണ്ട്. ഞാൻ കൊടുക്കൂല, ഞാൻ അവളായിട്ട് ഒരു പ്രശ്നമില്ല, എനിക്കുള്ള ഡൈവേഴ്സ് ചെയ്യണ്ട, എനിക്ക് ഡൈവേഴ്സ് ചെയ്യണ്ട, അവൾക്ക് ഡൈവേഴ്സ് വേണം, കോടതി പോയി വാങ്ങിക്കോട്ടെ, നടക്കട്ടെ, 12 കൊല്ലമായി, ഇനിയും നടക്കട്ടെ, അവൾ കേസ് നടത്തട്ടെ, ഞാൻ എൻ്റെ സമ്പത്ത് അതിനിങ്ങനെ ചിലവാക്കും, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അവനും വാശി അവൾക്കും വാശി കാര്യങ്ങളും. ചുരുക്കി പറഞ്ഞാൽ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ റിമോട്ട് കൺട്രോൾ അമ്മമാർ വെരി ഡേഞ്ചറസ് ആണ്. നന്നായിട്ട് പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ അമ്മ വന്നിട്ട് ഭർത്താവിനെ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ആങ്ങളെ വന്നിട്ട് അങ്ങനെ ഭരിക്കണം, ഇങ്ങനെ ഭരിക്കണം, ബാപ്പ വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ തിരികേറ്റാൻ ആളുണ്ടാവും. ജീവിതം നശിച്ചാൽ അത് സഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക്കലി ഒരു കുടുംബമാകുമ്പോൾ നമ്മുടെ കാര്യമല്ലേ, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളെ കുറവുകൾ നാട്ടുകാരോട് പറയണ്ടെന്താ, നമ്മൾ നമ്മുടെ കുറവുകൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് മുന്നോട്ട് പോയാൽ കുടുംബം മുന്നോട്ട് പോകും. നാട്ടുകാരും കുടുംബക്കാരും ഉമ്മയും ബാപ്പയും ആങ്ങളമാരും ഇടപെട്ടിട്ട് നന്നായ ഏതെങ്കിലും ഭാര്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ വെറുതെ കച്ചറുണ്ടാക്കി നല്ല കുടുംബങ്ങൾ നശിപ്പിച്ച് ഇതിലിപ്പോൾ അവൾക്ക് ചിലപ്പം വേറെ ഭർത്താവിനെ കിട്ടും, ഇയാൾക്ക് ചിലപ്പം വേറെ ഭാര്യനെ കിട്ടും. പക്ഷെ ഇതിലൊക്കെ കഷ്ടപ്പെടാറെന്ന് പറയാം ആ പാവം കുഞ്ഞുങ്ങളാണ്. അവർ വലുതായി കഴിഞ്ഞാൽ അവർ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത് ഈ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള വഴക്കാണ്. സമൂഹത്തിൽ വരുന്ന എല്ലാവിധ സാമൂഹ്യ ദ്രോഹവുമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളൊക്കെ വളർന്നു വരിക, അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലമുള്ള കുട്ടികൾ വളർന്നു വരിക, സാമൂഹ്യ വിരുദ്ധതയുള്ള കുട്ടികൾ വളർന്നു വരിക, ആക്രമണ സ്വഭാവമുള്ള കുട്ടികൾ വളർന്നു വരിക, ഡ്രഗ് അഡിക്ഷനുള്ള കുട്ടികൾ വളർന്നു വരിക, ഒക്കെ ഇത്തരം കുടുംബങ്ങളിൽ നിന്നാണ്. എന്തിനാണ് നമ്മളെയും നമ്മളെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ നമ്മൾ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഉമ്മമാരോട് പറയാനുള്ളത്, മകളെ കെട്ടിച്ചയച്ചില്ലേ, അവരെങ്ങനെങ്കിലും സമാധാനത്തിൽ ജീവിക്കട്ടെ, പോയി കാലിട്ട് ആ ജീവിതം വെറുതെ നശിപ്പിക്കല്ല. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നല്ല ശരി, അവർക്കെങ്കിലും കിട്ടിക്കോട്ടെ. മറ്റൊരാശയമായി വീണ്ടും വരാം.